നമസ്കാരം. ഇന്ന് മണിപ്രവാളത്തിലെ 3-ാം സർഗത്തിലെ 9-ാമത്തെ ശ്ലോകം തൊട്ട് ചൊല്ലാം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കളവേണൂരവകളായ നീല കമലാ ചുംബനലംബടോതിരമ്യ അളിബോധൈവാരവിന്ദൻ മധ്യേ രമതാമഹ്യഗി ദേവകീ കിശോര. 9-ാമത്തെ ശ്ലോകം തൊട്ട്. അത്രാന്തരേ ഗർഗമഹാമുനീന്ദ്രൻ തത്രാഗമിച്ചു വസുദേവവാച. ശ്രീരാമനെന്നും പദകൃഷ്ണനെന്നും പേരിട്ടു താലാങ്കനും അച്യുതനും. ഇതിനിടയിൽ ഗർഗമുനീന്ദ്രൻ വന്ന് ഗർഗമുനി ശ്രേഷ്ഠൻ വന്നിട്ട് ബലഭദ്രനും അച്യുതനും രാമനെന്നും കൃഷ്ണനെന്നും പേര് വെച്ചു. അമ്പാടി തന്നിൽ കില ബാലകന്മാരമ്പോടു മന്ദം വളരും ദശായാം. സമ്പന്നമോദം ഭുവനേ ഭവിച്ചു സമ്പത്തനേകം ഭുവി സംഭരിച്ചു. അമ്പാടിയിൽ ബാലകന്മാർ സന്തോഷത്തോടുകൂടി വളരുന്നത് പോലെ തന്നെ അവിടെ സന്തോഷവും സമ്പത്തും നിറയെ ഉണ്ടായി. പാരിൽ പരിതാപവുമെങ്ങുമില്ല ദാരിദ്ര്യ ദുഃഖങ്ങളും അസ്തമിച്ചു. ചോരങ്കൽ നിന്നുള്ള ഭയം ശമിച്ചു ചാരിത്രഭംഗം സതിമാർക്കുമില്ല. പാരിൽ പരിതാപവുമില്ല ദാരിദ്ര്യ ദുഃഖങ്ങളുമില്ല. അതായത് പാരിൽ ഒരു വിഷമതകളും ഇല്ല, ദാരിദ്ര്യ ദുഃഖങ്ങളും എങ്ങുമില്ല. അതുപോലെ കള്ളന്മാരെ കൊണ്ടുള്ള പേടിയില്ല. അതുപോലെ സ്ത്രീകൾക്ക് ചാരിത്രഭംഗം വരുമെന്നുള്ള പേടിയും ഇല്ല. പതിവ്രതമാർക്ക് സദാചാരദോഷം വരാത്ത വിധത്തിലുള്ള ജീവിതമായിരുന്നു രാമകൃഷ്ണന്മാർ ജീവിക്കുമ്പോൾ അവിടെ. വളർന്നതിന്നമ്പാടിയിൽ അർഭകന്മാർ വളർന്നു മോദം ദിവിദേവകൾക്കും. കിളർന്നു വൈരം ഹൃദി കംസനേറ്റം തളർന്നു തൻ പൗരുഷവും ക്രമത്താൽ. അമ്പാടിയിൽ കുമാരന്മാർ 2 പേരും ഒപ്പം വളർന്നു. സ്വർഗത്തിൽ ദേവകൾക്കും സന്തോഷം അതുപോലെ ഉണ്ടായി. കംസന് മാത്രം ഹൃദയത്തിൽ പേടി വന്നു തുടങ്ങി. ക്രമത്തിൽ തൻ്റെ പൗരുഷവും തളർന്നു വന്നു. ഈ കംസന് പേടി വർദ്ധിക്കും തോറും ശക്തി ചോർന്നു പോവുകയാണ് ചെയ്തത്. വരുന്ന ഗോപാല നിതംബിനീനാം കരം പകർന്നാശു വിളങ്ങി കൃഷ്ണൻ. വിരിഞ്ഞ പുഷ്പങ്ങളിലങ്ങുമിങ്ങും വിരിഞ്ഞുമുണ്ടെന്നൊരു വണ്ടുപോലെ. കാണുവാൻ വരുന്ന ഗോപസുന്ദരിമാരുടെയെല്ലാം കൈകളിലൂടെ ശ്രീകൃഷ്ണൻ അതിവേഗത്തിൽ പകർന്ന് ശോഭിച്ചു. അതായത് ഓരോ ഗോപസ്ത്രീകളുടെ അടുത്ത് പോയി ഭഗവാൻ നല്ല രീതിയിൽ ശോഭിച്ചു നിന്നു. വിരിഞ്ഞ പുഷ്പങ്ങളിൽ അങ്ങുമിങ്ങും ചിറകു വരുത്തി പായുന്ന വണ്ട് പോലെ. പുഷ്പങ്ങളിൽ വണ്ട് എങ്ങനെയാണോ പോകുന്നത് അതുപോലെയാണ് ഭഗവാൻ ഓരോരുത്തരുടെയും അടുത്ത് പോയി ഭഗവാൻ അവരെ സന്തോഷിപ്പിച്ചത്. കാന്തിപ്രകാശേന കുമാരകന്മാർ നീന്തിത്തുടങ്ങി ധരണി തലാന്തേ. ചിന്തിക്കിലൂഴിക്കവരീശ്വരന്മാർ എന്തെങ്കിലും ചെയ്യിൽ മനോഭിരാമം. കാന്തിപ്രകാശേന കുമാരകന്മാർ ബാലന്മാർ. കാന്തി പറയുമ്പോൾ അഴക്, ശോഭ. കാന്തിയോടെ വിളങ്ങി ജീവിക്കുന്ന സമയത്ത് ഭൂമിയിൽ
ഈശ്വരന്മാർ ഭൂമിയിൽ അവിടെ സന്തോഷപൂർവം ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. നീലാളിവർണ്ണൻ ഭഗവാൻ മുകുന്ദൻ താലാംഗനശ്ച സ്ഫടികപ്രകാശൻ കാളിന്തിയും ഗംഗയുമേകഭാഗേ മേളിച്ച കാന്തി പ്രസരം കലർന്നു. നീലവണ്ടിൻ്റെ നിറമുള്ള ഭഗവാൻ കൃഷ്ണൻ, നിർമ്മലമായ സ്ഫടികത്തിൻ്റെ നിറമുള്ള ബലരാമനും കാളിന്തിയിലും ഗംഗയിലും നീന്തിത്തുടിച്ച് കളിച്ച് നല്ല കാന്തി പ്രകാശമുള്ളവരായി തീർന്നു. പാണിദ്വയം ജാനുയുഗഞ്ചമല്ലേ ക്ഷോണീതലേ വച്ചത സഞ്ചരിച്ചാർ കാണുന്നവർക്കെത്ര മനോഭിരാമം ചേണാർന്ന മന്ദസ്മിതചാരുഭാവം. പാണിദ്വയം ജാനുയുഗഞ്ചമല്ലേ. അനന്തരം കുമാരന്മാർ 2 കൈകളും 2 കാൽമുട്ടുകളും നിലത്തിലൂന്നി സഞ്ചരിച്ചു തുടങ്ങി. മുട്ടുകാലിൽ ഇഴഞ്ഞ് സഞ്ചരിക്കുകയാണെന്നാണ് പറയുന്നത്. മനോഹരവും മന്ദസ്മിതവും കൊണ്ട് അവരുടെ മുഖം സൂര്യനെ പോലെ തിളങ്ങി നിന്നു. സുന്ദരമായ ഭാവം കാണുന്നവർക്ക് ഭയങ്കര പുളകോത്ഭവമായിരുന്നു. ഹൃദയത്തിന് ആനന്ദകരമായിരുന്നു കുമാരന്മാരെ കാണുമ്പോൾ. പിടിച്ചു മെല്ലെന്നതപിച്ച നിന്നാർ പടുത്വമില്ലാഞ്ഞു മറിഞ്ഞു വീണാർ നടന്നു 4-5 അടി മന്ദമന്ദം കിടന്നുരുണ്ടാരവനീ വിഭാഗേ. അനന്തരം ബാലന്മാർ മെല്ലെ മെല്ലെ പിച്ച വെച്ച് നിന്നും നടന്നും ഉരുണ്ടും മറിഞ്ഞും എല്ലാം അവർ കളിക്കുകയാണ്. ചിലമ്പു മക്കാഞ്ചന കാഞ്ചിയോടും ചിലമ്പുതൻ മഞ്ജുളനാദമോടും ചലൽപദം ഖേലലാനസന്മാർ അലങ്കരിച്ചാരഥഘോപവാടം. ക്രീഡാതൽപരന്മാരായ കുമാരന്മാർ ശബ്ദിക്കുന്ന സ്വർണ്ണ അരഞ്ഞാണവും ചിലമ്പുകളും കർണാനന്ദകരമായ നാദത്തോടെ ചലിക്കുന്ന പാദങ്ങളോടും കൂടി അവർ അമ്പാടിയിൽ അങ്ങുമിങ്ങും ഓടിക്കളിച്ച് നടന്നു. കുമാരകന്മാരതം മിണ്ടി മിണ്ടി ക്രമേണ സഞ്ചാരവിധം തുടർന്നാൻ സമന്തതോ ഗോപഗൃഹങ്ങളെല്ലാം അമന്തമാസാദ്യ രമിച്ചു വാണാർ. കുമാരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടി മിണ്ടി ക്രമത്തിൽ കളിച്ച് ഓരോ ഗോപഗൃഹങ്ങളിലും പോയി അവർ സന്തോഷപൂർവം കളിച്ച് കാലം കഴിച്ചു. ഓടിയിടിനാരങ്കണ വീതി തോറും ചാടിയിടിനാരഞ്ചിത ചാരുഹാസം പാടിയിടിനാരത്ഭുതനാദമപ്പോൾ ആടിയിടിനാർ നാടകമീശ്വരന്മാർ. ഓടിക്കളിച്ച് അങ്കണവീതി തോറും മുറ്റത്തെല്ലാം ഓടിക്കളിച്ച് നാനാരഞ്ചിത ചാരുഹാസം പുഞ്ചിരിയോടുകൂടി ചാടിക്കളിച്ചും ഓടിക്കളിച്ചും ആശ്ചര്യകരമായി ശബ്ദത്തോടുകൂടി പാടിയും അവരവിടെ നാടകം അരങ്ങേറുകയുണ്ടായി എന്നാണ് പറയുന്നത്. ശ്രീകൃഷ്ണനല്ലേ, അപ്പോൾ അവിടെ എല്ലാവർക്കും അവിടെ നാടകം കളിക്കും പോലെയാണ് അവിടെ ഭഗവാൻ ജീവിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് ഇവിടെ വെച്ച് നിർത്താം. എനിക്ക് ചില സമയത്ത് ഈ ഫോണിൻ്റെ സ്ഥലം തീരുമ്പോൾ പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരുന്നു. എല്ലാവരും എന്നോട് ക്ഷമിക്കുക. പറ്റുന്നില്ല, അത് പിന്നെ ചേർത്താൻ സാധിക്കണമില്ല. അത് കാരണമാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഭഗവാൻ നല്ലത് വരുത്തട്ടെ.